അല്ലേ? വീട്ടിൽ കയറി തുടങ്ങി അങ്കമട്ടില് ഇത് തീരോളം പിന്നെ സമാധാനം ഉണ്ടാവില്ലേ. അങ്ങനെ ഒരു മീനാണ് ഈ നേരാക്കിക്കൊണ്ടിരിക്കുന്നത്. പുഴമീന് ഇതിപ്പോ കഴിച്ചിട്ട് എത്രയായി? ഒരു വർഷമൊന്നുമല്ല, അതിന് മേലെ കേട്ടുണ്ടാവുന്നൊക്കെ. കഴിഞ്ഞ വർഷം കിട്ടിയേ സത്രങ്കാവ് പുഴയിൽ പൂർവ്വമായിട്ടാണ് ഇത് കിട്ടാറുള്ളൂ. അപ്പോഴേ കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ മേടിക്കാൻ തന്നെ മടിയായി. കാരണം ഇവിടെ കൊണ്ടുവന്ന് തുടങ്ങും പെറു പറയല് ഇതാരും നേരാക്കണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ നേരാക്കാൻ കൂടണം എൻ്റെ നേരം കൊണ്ടുവന്നിട്ട് ഇത് കല്ലിൽ ഉരച്ച് ഇങ്ങനെയൊക്കെ നേരേക്ക് വെക്കണത് ഞാൻ കേട്ടോ. എനിക്ക് സത്യം പറയാച്ചാൽ ഞാൻ ഈ മീൻ കൂട്ടില്ല. ഇത് ഏട്ടനും അനിയനും ഇവരൊക്കെ കൂട്ടുള്ളൂ, ഞാൻ കൂട്ടില്ല കേട്ടോ. എനിക്കിത് നേരേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു നല്ലൊരു മണമാണ്. അപ്പം അത് കാരണം ഇഷ്ടമല്ല. പക്ഷേ ഇപ്പം ഏട്ടൻ എപ്പോഴും പറയും കേട്ടോ, പുഴമീൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ പ്രസിക്ക് ഇഷ്ടമില്ലാത്തതും കൊണ്ട് പുഴമീൻ കൊണ്ടില്ല പറയും. അപ്പോൾ ഇനിയില്ലേ ഞാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇവർ കഴിക്കാതിരിക്കുന്നത് വിചാരിച്ചിട്ട് അനിയൻ 1 കിലോ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ 1 കിലോ കൂടി പോയി വാങ്ങിട്ട് വായോ പറഞ്ഞു. അപ്പം അങ്ങനെ 1 കിലോ കൂടി ഇഷ്ടമാണ്. അത് വേറെ കാര്യം. വീട്ടിൽ ഈ സാധനം കഴിക്കാത്തവർ വേറെ ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്ക് കൊണ്ടുവരാൻ മടിയാണ്. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് നേരാക്കി എടുക്കുന്ന ഒന്നര പണിയാണ്. പക്ഷെ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടമുണ്ടാവും. ഇതാണ് കഴിക്കേണ്ട മീൻ. ശരിക്കും ഒരു ഇതിൽ ഒന്നും കാര്യമായിട്ട് പോയ്സണൊന്നും ഇല്ലാതെ ഐസിലിടാതെ വേറൊരു കെമിക്കലൊന്നും അടിക്കാതെ നേരിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. പക്ഷെ നല്ലത് ഇവർക്ക് പറ്റില്ല. ഇവർക്ക് കൊല്ലങ്ങൾ പഴക്കമുള്ള മത്തി, അച്ചച്ചൻ്റെ പ്രായമുള്ള അയില. ഏട്ടൻ പറയില്ലേ ഏട്ടന് മത്തി പറ്റില്ല, അയില പറ്റില്ലല്ലോ. ഏട്ടൻ എന്താ അത് കഴിക്കാത്തത്? എന്താ കഴിക്കാത്തത് പറഞ്ഞാൽ അതൊക്കെ എത്ര കാലപ്പഴക്കമുള്ള ആച്ചിട്ടാ? അല്ല എന്താ അത് കഴിക്കാത്തത്? കാലപ്പഴക്കല്ല. മത്തികൾ നേരെ കൈ ചോറിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ ചോറിഞ്ഞിട്ട്? അല്ല ഏട്ടന് എന്താ വല്ലാണ്ട് ഉണക്കമീൻ കഴിക്കാത്തത്? ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ ഒരു പൊട്ട് അത്രയൊക്കെയാണ് ഉണക്കമീൻ്റെ ആവശ്യം. അപ്പൊ ഏട്ടന് ഇഷ്ടമില്ലാത്ത പോലെ ഞങ്ങൾക്കും ഇഷ്ടമില്ലായി, പെണ്ണുങ്ങൾക്കും ഇഷ്ടമില്ലായി ഒക്കെ ഉണ്ടാവേ. നിങ്ങൾക്ക് എന്താ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണ്. അപ്പം പൊക്കിയിട്ടും കുറച്ചിട്ടും അവള് സമയം ഇപ്പോ എത്രയെന്നറിയോ? ഏതൊക്കെ മീനെന്നുള്ള കാണണ്ടേ? മീന് പല തരം മീനാണ് കേട്ടോ, ഒരു തരം എന്നല്ല. കഴിഞ്ഞാണ് അതിന് ഇത്ര ശരിക്കുള്ള ചന്തത്തിലില്ല. അല്ലാതെ കാണിച്ചു തരാൻ പറ്റില്ല, ഇരുട്ടാണ് കേട്ടോ. ഇരുട്ടായേക്കണു. അപ്പോൾ സുകന്യ എന്താണെന്നറിയോ? പുഴമീൻ വയ്ക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്, പ്രത്യേക രുചിയാണ്. നാളെ കാണിക്കുക. ഇപ്പം എന്തായാലും കാണിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇപ്പം ഒന്നും ഞാൻ ഉണ്ടാക്കില്ല. ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കടക്കുമ്പോഴേക്കും സമയമാവും. നാളെ രാവിലെ നേരത്തെ ഉണ്ടാക്കും കേട്ടോ. ഇതാണ് മീൻ. 2 കിലോ മീനുണ്ട്. നേരേക്ക് കഴിയുമ്പോഴേക്കും 11:30 കൂട്ടോ. കുറച്ചുകൂടെ വലുതാണ് പറഞ്ഞാൽ ഒന്നുകൂടെ സൗകര്യമായിരുന്നല്ലേ. പക്ഷേ ഈ പരൽമീനിൻ്റെ ടേസ്റ്റ് വേറെ ചെറിയ മീൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ മീൻ വാങ്ങാൻ കാരണം. അപ്പോൾ നമുക്കില്ലേ നേരാക്കി എടുക്കട്ടെ കേട്ടോ. എൻ്റെ പെണ്ണാണ് പെണ്ണ്. ഈ എൻ്റെ പെണ്ണാണ് പോരെ. അല്ല ഈ എൻ്റെ പെണ്ണല്ല. നമ്മൾ മീൻ നേരേക്കില്ലേ, മീൻ നേരേക്കി കഴിഞ്ഞിട്ട് ഇന്നലെ ഈ സമയത്തല്ലേ മീൻ കൊണ്ടുവന്ന് കാണിച്ച്. ഇന്നും അതേ സമയമായിട്ടോ. മീൻ നേരേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു, കറി വെച്ചില്ല. അന്ന് ഉച്ചയ്ക്ക് ഞാനും സുകന്യയും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു എന്നറിയോ, ഇന്ന് ഉപ്പേരിയൊക്കെ കൂട്ടി കഴിക്കാൻ വിചാരിച്ചില്ല സുകന്യെ. ഉരുളക്കിഴങ്ങും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി. ഉരുളക്കിഴങ്ങും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി. അങ്ങനെ അതുകൊണ്ട് ഉണ്ടാക്കിയില്ല. ഇനി വൈകുന്നേരത്തല്ലേ എല്ലാവർക്കും വേണ്ടതെന്ന് വിചാരിച്ചിട്ട്. ശരിക്കും വൈകുന്നേരത്താണ് കറിക്ക് ആവശ്യം. ഇപ്പോൾ അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയില്ലേ അല്ലേ സുകന്യ? അമ്പലത്തിൽ പരിയാനം പറ്റക്കാവോ പോയിട്ടോ നമ്മളിന്ന്. അപ്പൊ നീ സ്കൂളിലേക്ക് ഇനി ലീവ് ആക്കിയിട്ട് ഞാൻ കൊണ്ടാക്കാം. കൊണ്ടുപോയി. നമ്മുടെ എന്തെന്നറിയോ, മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ ഉലുവ, ചെറിയുള്ളി ഇല്ലേ, ചെറിയുള്ളിയും പാടെ കേട്ടോ നന്നായി മൂപ്പിച്ചെടുത്തതാണ്. ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കട്ടെ. അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴേ ഒരു കാര്യം പറയട്ടെ,
എന്താ നമ്മുടെ ഇവിടെയാണ് കേട്ടോ ഈ എന്താന്നറിയോ ടിയ പറഞ്ഞൊരു കുട്ടിയുടെ ഒരു വീഡിയോ ഇപ്പൊ എല്ലാവരും എടുത്തിട്ട് പറയുന്നുണ്ട്. ആർഭാടം കൂടുതലാണ്, അവര് കുട്ടികളെ വളർത്തുന്ന രീതി ശരിയല്ല, കുട്ടിക്ക് എന്താ കുറെ പൈസ ചെലവാക്കിയിട്ടാണ് ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതൊക്കെ പറഞ്ഞിട്ടേ അവർക്ക് വാങ്ങിക്കൊടുക്കുന്നത് എന്താണ്. അവരിപ്പോ പാലക്കാട്ടിലെ റിയൽ എസ്റ്റേറ്റ് അവര് ചാത്തങ്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറക്കാരാണ്. അവർക്കിപ്പോ ഈ പൈസയെ കൊണ്ട് നായനറിയാൻ പറ്റുന്ന ആൾക്കാരാണ്. യൂട്യൂബ് വരുമാനമൊന്നും വേണ്ട കേട്ടോ. പക്ഷെ ചെയ്യണത് എന്താന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒരാൾക്കൊരു മാതൃകയായിട്ട് കാണിക്കണം. അപ്പൊ അല്ലാതെ നമ്മള് അതന്നെ ചില കുട്ടികളൊക്കെ അത് കണ്ടിട്ട് അതുപോലെ വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മമാരോട് വാശി പിടിക്കത്രേ, എനിക്ക് അങ്ങനത്തെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെപ്പറ്റി റിയാക്ഷൻ നമ്മുടെ വീടിന്റെ കുറെ അടുത്താണ് കേട്ടോ അവര്, ഒരു 4 കിലോമീറ്റർ അപ്പുറമാണ്. പക്ഷെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അവര് എന്താ വീട്. നമ്മൾ പോകുമ്പോ പാലക്കാട് പോണ സമയത്ത് നമ്മള് കോങ്ങാട്ടിൽ കൂടെ പോകുമ്പോൾ അവരുടെ വീടിന് മുമ്പ് കൂടെയാണ് നമ്മൾ പോവുക. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോൾ ഈ കുട്ടിയുടെ അത് കണ്ടപ്പോൾ നമ്മൾ നോക്കിയതാണ് കേട്ടോ. അത് ശരിയാണ്. എന്താ 6000 രൂപയ്ക്കില്ലേ ഒരു വർഷം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു വർഷമല്ല, സ്കൂളത്തെ സാധനങ്ങൾ കഴിഞ്ഞിട്ട് ഫുള്ളില്ലേ കുറുകുറെ കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെ അല്ലേ നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ പറ്റാത്ത കുട്ടികളില്ലേ, അത് ചിലപ്പോ അവരുടെ പ്രൊമോഷൻ ആയിരിക്കാം. അതല്ല നമ്മൾ പണമുള്ളവരെ നോക്കി, അതല്ല ഞാൻ പറയുന്നത്. എന്താണെന്നറിയോ, നമ്മള് പൈസ ഉള്ള ആൾക്കാരെ നോക്കി ജീവിക്കരുത്, നമ്മളെപ്പോഴും നമ്മളെക്കാളും താഴെയുള്ള ആൾക്കാരെ നോക്കി ജീവിക്കണം കേട്ടോ. അപ്പൊ നമ്മളെക്കാട്ടിലും താഴെ അതെല്ലാവർക്കും പൊട്ടിച്ചു കൊടുക്ക്. 6 കഷ്ണാക്കിട്ട് പൊട്ടിക്ക്, കത്തി തരാം, പൊട്ടിച്ചു കൊടുക്ക്, ഇതാ കൊടുക്ക്, അത് കാണിച്ചു കൊടുക്ക്, അങ്ങനെ ചെയ്യട്ടെ. അമ്മ ചേച്ചിക്ക് അച്ചു കുഞ്ഞന് കൊണ്ടുവന്ന സ്ഥിതിക്ക് വീതം വെച്ച് കഴിച്ചാൽ ഇത് അങ്ങനെയല്ല ഏട്ടാ പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ മക്കൾക്ക് എന്തൊരു സാധനം വാങ്ങിച്ചാലും നമ്മളത് 6 പേർക്ക് പങ്കിട്ട് കൊടുത്ത് കഴിക്കണം. കാരണം കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് ഏതൊരു വീട്ടിലാണോ വെച്ചാൽ 2-3 മക്കളുണ്ടാവും. ഈ 2-3 മക്കൾക്ക് ചിലപ്പോൾ 2 എണ്ണത്തിന്റെ പകരം 4 എണ്ണം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടാവും. 2-3 മക്കളെന്ന് ചിലവർക്ക് ഒന്നും. ഇപ്പൊ ചിലവർക്ക് ഒരു കുട്ടികളായിരിക്കും, ചിലവർക്ക് 2 കുട്ടികളുണ്ടാവും, ചിലവർക്ക് 3 കുട്ടികളുണ്ടാവും. കണ്ടോ മിഠായി ഉണ്ടോ, എന്തായി ചിലവർക്ക് 4 കുട്ടികളുണ്ടാവും. മിഠായി കഴിഞ്ഞ അത്ര തന്നെ ഉള്ളൂ. ആ ഒരു മിഠായി അതുകൊണ്ട് ഓണം വിഷു പോലെ തിന്നാ പൊട്ടുകൊണ്ട്. ഇവിടെ നമ്മുടെ എന്താ അമ്മൂനും അച്ചൂനും ടിയക്കുട്ടിയുടെ വീഡിയോ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ അവരാണ് പറഞ്ഞു തന്നത് ഇങ്ങനെ. അതിൽ പറയുന്നു കുട്ടികൾ അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നാശാവുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ, നമ്മളെക്കാട്ടിലും താഴെയുള്ളവരെ നമ്മൾ നോക്കണമെന്ന്. ഈ താഴെയുള്ള ആൾക്കാരെ നമ്മൾ നോക്കുമ്പോൾ എന്താണെന്നറിയോ, നമുക്കൊന്നും ഒരു പരാതിയായിട്ട് തോന്നില്ല അല്ലേ എടി. അത് മതി. പൈസ ഇല്ല താഴെ തട്ടിൽ ജീവിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് ശരിയല്ല. അവരവരെ വരുമാനത്തിനും അവരെ സാമ്പത്തികത്തിനനുസരിച്ച് അവർ ജീവിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റുമോ, നമ്മൾ അതുപോലെ ചിന്തിക്കാതിരിക്കുക. അവര് അങ്ങനെ ജീവിക്കരുത് എന്ന് പറയാൻ പറ്റില്ല. അവര് യൂട്യൂബ് വരുമാനം കൊണ്ടൊന്നല്ല അവര് ജീവിക്കുന്നത്. അവർക്കത് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടാവും. പക്ഷെ അത് വേറെ, അതുകൊണ്ട് അവര് അതിനെ ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥയൊന്നും അവർക്കില്ല. അത്രയ്ക്ക് ടോപ്പ് ലെവലിലുള്ളവരാണ് അവര്. അവരുടെ വീട് എന്താ എല്ലാം കൊണ്ടല്ലേ ഏട്ടാ. എന്തായിക്കോട്ടെ, നമ്മളതല്ല പറഞ്ഞത്. പറയേണ്ട കാര്യമില്ല. നമുക്ക് പറയേണ്ട ഒരു കാര്യമില്ലോ. അവരെ അനുകരിച്ച് അല്ലെങ്കിൽ അതുപോലെ ജീവിക്കുന്ന ആഗ്രഹിക്കുന്നത്. നമ്മൾ അനുകരിക്കുകയും വേണ്ട. നിങ്ങൾക്ക് എന്താണോ ഇതിൽ ശരി എന്നുള്ള ഒരു കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ. നമ്മൾ അനുകരിക്കുന്ന ആരും പറഞ്ഞു. ഞാൻ അവരുടെ ജീവിതശൈലിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവരെ അനുകരിച്ച് അതുപോലെ ആവാൻ ശ്രമിച്ചിട്ട് അവസാനം നിരാശരാവണ്ട, അത്രേ പറഞ്ഞുള്ളൂ. അതിനർത്ഥം നമ്മളെ പോലെ ജീവിക്കണം എന്നല്ല മറ്റുള്ളവര്. പക്ഷെ നമ്മളെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ സന്തോഷം ഉള്ളതും കൊണ്ട് അത് എത്രയാണോ അതിൽ കൂടെ സന്തോഷം കണ്ടെത്തി ജീവിക്കുക. എന്താ നമ്മളെ പോലെ ജീവിക്കരുത് പറയില്ലേ. പക്ഷെ എത്രയും ആൾക്കാർ നമ്മളെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതും വേണ്ടി പറയാ. ഇപ്പൊ എന്താ നമ്മുടെ വീട്ടിൽ ഇന്ന് ആരാണെന്ന് പറയില്ല, പണിക്ക് വന്നവര് പറയാ അവർ എത്രയും മക്കളുണ്ട് ഇത്രയും, പക്ഷെ ഇപ്പോഴും ഏട്ടനനിയന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടില്ല. നിങ്ങളുടെ എന്താ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ നമുക്കല്ലേ എന്താ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. അത് നമ്മൾ സാമ്പത്തികമായിട്ട് ഉള്ള രീതിക്കല്ലല്ലോ ഇത്. സാമ്പത്തികമായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഫാമിലിയായിട്ട് ഇത് രണ്ട് രീതികളാണ്. പൈസയും കൊണ്ട് അർമ്മതിച്ച് ജീവിക്കുന്നതും ഉള്ളതും കൊണ്ട് ഒരു കുടുംബം കഴിഞ്ഞു പോകുന്നത് രണ്ട് രീതിയാണ്. അത് പോട്ടെ, അതൊക്കെ കഥകൾ വേറെ.
പിന്നെ അതൊന്നും എന്താ നിർത്തട്ടെ. സുകന്യ? ആര്? എന്ത്? ഏത് ഏത് എന്താ പടക്ക് ഓർമ്മ വന്ന് പെട്ടെന്ന്? ഇതെന്താ കല്ലോ? എന്താ ഒരു കല്ലേ. കല്ലോ? അവിടെ എന്താ ലേറ്റ് ഇട്ടിട്ടില്ലേ? ആ അത് ലേറ്റ് ഇട്ട് പോയപ്പോഴല്ലേ മിക്സി കഴിക്ക്. അപ്പോഴേക്ക് എന്തിനാണ് ഓടിയത് വെട്ടത്ത്? ചെറിയ ഉള്ളി വെട്ടാൻ പറഞ്ഞ നീ വലിയ ഉള്ളിയാണല്ലോ സുകന്യ വെട്ടി. ഏതെങ്കിലും ഒരു ഉള്ളി കൊടുത്തിട്ടോ പേരിക്കടി. ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ ഉള്ളിയില് ചെറുത് നോക്കിയെടുത്തപ്പോ ഈ എന്താ നമ്മളെ ഞാൻ എപ്പോഴും നമ്മുടെ മക്കളോട് പറയാറുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഞങ്ങൾ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ ഇപ്പം ദാ മക്കളെ ഇടയ്ക്കിടയ്ക്ക് ഇറച്ചി വേണമെന്ന് പറയും. അവർക്ക് ഇറച്ചി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വാങ്ങണം. നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാമല്ലോ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ വാങ്ങുമ്പോൾ ഞാൻ ഏട്ടനോട് പറയാറുണ്ട് എന്താണെന്നറിയോ, ഇത് ശീലിപ്പിക്കരുത്. കാരണം എപ്പോഴും നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ എങ്ങനെ സാഹചര്യം എന്നറിയില്ല. അപ്പം നമ്മൾ പൊരുത്തപ്പെട്ട് അതിൽ പോകണമെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ മക്കളെ ബുദ്ധിമുട്ട് അറിയിക്കണം എന്നുള്ളത് എപ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഏട്ടൻ പറയും എന്നോട് എന്താണെന്നറിയോ, നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സുഖം ഉണ്ടാവുക, അവർക്ക് ഞാൻ ഉള്ളപ്പോഴല്ലേ ചെയ്യാൻ പറയും. അതും ശരിയാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ നാശാക്കാൻ പാടില്ലല്ലോ. ഇതാണ്ടോ കുഞ്ഞൻ പരലുകൾ കണ്ടോ? ഇത് നേരേക്ക് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ വെച്ചാലാണ് കേട്ടോ ഇവിടെ ഇഷ്ടം. അതും കൊണ്ടാണ് വെക്കുന്നത്. അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കാണ്ടത് പരല് എൻ്റെ വീട്ടിലൊക്കെ തേങ്ങ അരയ്ക്കാതെയാണ് വെക്കുക, കുടംപുളി ഇട്ടിട്ട്. പക്ഷേ ഇവിടെ ഏട്ടനും അനിയനും തേങ്ങ അരയ്ക്കാതെ വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ഞങ്ങൾ കൂട്ടുമില്ല. വെറുതെ എന്തിനാ അങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്? നാടൻ ഈ പുഴമീൻ വെക്കുന്നത് ഇവിടെ ഈ രീതിക്ക് തന്നെ വെച്ചാലും കഴിക്കും. ബാക്കിയുള്ളത് ഇപ്പൊ എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ഓർഡർ ചെയ്തിട്ടാ പോയേക്കണത്. എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ഈ കറി ഇങ്ങനെ വെച്ചാൽ മാത്രമേ ശരിയാവും. അതിനെ ഓർഡർ ചെയ്തിട്ടാ പോയേക്കണത് അനിയൻ. എന്തെന്നറിയോ, അമ്മ വെക്കണ പോലെ വെച്ചാതിട്ടോ. ഓർഡർ കണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൂ. കേട്ടില്ലേ? അതന്നെ വേണേ. കേട്ടില്ലേന്ന് സമയത്ത് വെച്ച് കഴിഞ്ഞാൽ പൂച്ചയ്ക്ക് കൊടുക്കേണ്ടി വരും. മുട്ട വറുക്ക വേണ്ടും. ഇനിയിപ്പോ ഈ ഞങ്ങൾക്കുള്ള കറികൾ വേറെ ഉണ്ടാക്കണം. ഇതൊക്കെ എന്തെങ്കിലും കിട്ടുന്ന അപ്പൊ അത് ആ രീതിക്ക് കഴിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് വാങ്ങുന്നത്. അപ്പൊ കലാവിരുത് കാണിക്കാതൊക്കെ കണ്ടോ? എന്താണെന്നറിയില്ല ഈ പുഴമീനോട് ഇത്ര മക്കൾക്ക് ഇഷ്ടക്ക. മീൻ നാടൻ കോഴി ആയിരിക്കും പറ്റില്ല, നല്ല മീനായിരിക്കും പറ്റില്ല. അമ്മ എന്താ തിന്നാത്തത്? അതൊരു ചോദ്യം. എന്തിന്? അപ്പൊ നാള് നിനക്ക് ഞാൻ 850 രൂപ തന്നതോ? ഓ സോറി. ബുക്ക് വാങ്ങണത് വേറെ, PT ഫണ്ട് വേറെ. നമ്മുടെ വീട്ടിലുള്ള കാര്യം പറയാലോ. നമ്മുടെ വീട്ടിൽ എന്ത് കൊണ്ടുവച്ചാലും എല്ലാവരും ഒരേപോലെ കഴിക്കും. കുട്ടികളാണോ വെച്ചാലും വലിയവരാണോ വെച്ചാലും. അതിപ്പോൾ ഏട്ടൻ കൊണ്ടുവച്ചാലും വേണ്ടില്ല, അനിയൻ കൊണ്ടുവച്ചാലും വേണ്ടില്ല, എല്ലാവരും ഒരു ബിരിയാണി കൊണ്ടുവച്ചാലും ഒരു ബിരിയാണിയൊക്കെ ചിലപ്പോൾ ഇവർക്ക് എവിടെന്നെങ്കിലൊക്കെ കിട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ 6 പേര് കഴിക്കും. അവിടെ അങ്ങനെയുള്ള നാളെ എവിടെ വാർപ്പിന് പോയിട്ടില്ലേ ഒരു ബിരിയാണിയും കൊണ്ട് വന്നിരുന്നു. എന്നിട്ട് ആ ബിരിയാണിയിൽ ഒരു സ്പൂൺ ബാക്കി വേണ്ട, ഒരു സ്പൂണും കൊണ്ട് ഇങ്ങനെ കഴിക്കാൻ. വേണ്ട പോലെ വേണ്ടേ, തല്ലല്ലേ, വേണ്ട പോലെ. അമ്മേനെ എന്തിനാ തല്ലണ്? നമ്മുടെ പോഞ്ഞി അതാ വല്യമ്മ. അവനിപ്പോ എന്തെങ്കിലും ചെയ്തിട്ട് വേണം. അവൻ ഉദ്ദേശിച്ചത് എന്തോ കിട്ടിയില്ല, അത്ര എന്തോ. ഫോണ് ഫോണ് കുട്ടികളുടെ. വിനോട്ടാ ആയി, നിങ്ങൾ കൊണ്ടേക്കോളി. വേവട്ടെ, നീ വേവണ്ടേ? ആയിട്ടോ വിനോട്ടാ. എന്താണ് നിങ്ങൾ സുന്ദരനല്ലേ, പിന്നെന്താ? ഞങ്ങളിന്ന് വിനോട്ടിന്റെ കാര്യം പറഞ്ഞേള്ളൂ വീഡിയോയില്. നിങ്ങളുടെ വണ്ടിയുടെ കാര്യം കൂട്ടം കൂടിയുള്ളൂ. നമ്മുടെ വീട്ടിലത്തെ വണ്ടി വിനോട്ടൻ ഇന്നത്തെ വീഡിയോ കണ്ടു നിങ്ങളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെലവ് ചെയ്യണം. എന്റെ വണ്ടി നിർത്താനുള്ള ഷെഡ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടെന്നുള്ള പറഞ്ഞു പോന്ന് പറയാ. നിങ്ങളുടെ വണ്ടി ഇനി മഴക്കാലായാലും അങ്ങോട്ട് കൊണ്ടുപോകാം. സുകന്യെ അല്ല,
ഇനി മഴക്കാലം പേടിക്കണ്ട, ധൈര്യമായിട്ട് നിർത്താൻ പറ്റുമെന്ന് അറിയാം. ആരെ പോലെ ഏയ് എന്തിനാ ഫോൺ ഇറക്കി? ഈ ഉള്ളി നേരാക്കില്ലേ? മീനിക്ക് കടുക് വറക്കാനേ. ഇന്നാരുടെ കൂടെ പരിഹാരം പറ്റ പോയിന്നറിയോ? വിനുവേട്ടന്റെ കൂടെ കേട്ടോ. എന്നിട്ട് വിനുവേട്ടന്റെ ചെലവായിരുന്നു അല്ലേ? ഉണ്ട് കേട്ടോ. വിനുവേട്ടൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെലവ് ചെയ്യും അല്ലേ? അതെടുക്കണ്ടത്. അതന്നെ നിന്റെ നാത്തോല്ലേ, ചെറിയ നാത്തോൻ, ഇളേച്ചി നാത്തോനല്ല. 5 പൈസ ചെലവില്ല. ഇന്നലെ പറഞ്ഞ 1000 റുപ്യ തരാന്ന് പറഞ്ഞു. ഫോണില് റെക്കോർഡ് കാണിച്ചു തരണം. എനിക്കറിയണത് സത്യം. എനിക്കറിയണം. അത് കണ്ടിട്ട് മതി ബാക്കി. ഉള്ളിയരിയൽ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൈകുന്നേരം വിളിച്ചു നിങ്ങൾ പറ്റിയതാണ് അവള്. എങ്ങനെ? ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞ സോഫ്റ്റ് ആളാ. ഇത് വെറുതെ ടെൻഷൻ. ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞ് എവിടേക്കാ പോണെന്ന് ചോദിച്ചു അവന്റെ അടുത്ത്. ഞാൻ എവിടേക്കും കൊണ്ടുപോകാറുണ്ടോ? ആരെ? സതീനെ. ഇത് നിങ്ങള് വീഡിയോ എടുത്താൽ എന്നിട്ട് ഞങ്ങള് കൊളാക്കുന്നത്. വിനുവേട്ടാ, നിങ്ങൾ ഇന്നലെ വിളിച്ചിട്ടില്ലാന്നു? ഇന്നലെ വിളിച്ചിട്ടില്ല. ഞാനോ? നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടേ ഞാൻ കണ്ടുള്ളൂ. വിനുവേട്ടാ, നിങ്ങൾ കറിയോ? അടുത്ത മാസം പോലെ ഞാൻ ജോലിക്ക് പോവാ. കുട്ടികളെ കൊണ്ടുപോകാൻ എവിടേക്കാ പോണ്ട്? ക്ലിനിക്കിൽ വേണോ? ഇങ്ങടെ എന്റെ പോലെ നല്ല വിദ്യാഭ്യാസല്ലേ? നമുക്ക് എന്താ കമ്പ്യൂട്ടർ അറിയില്ലേ? പിന്നെന്താ? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു പ്ലാൻ ചെയ്തു എങ്ങോട്ട്? അപ്പൊ അതെന്നെ ചെയ്യണം പറഞ്ഞിട്ടാണേ. നമ്മക്കില്ലേ, ഒന്നാമത് വിനോദ വണ്ടി ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുക്കും. കണ്ടോ വിഷയം മാറുന്നവർക്ക് ഉണ്ട്. തുടങ്ങണണ്ടേ. എന്താ നിങ്ങൾക്ക് വേണ്ടി വെച്ച് തുടങ്ങാം. ഞാൻ തുടങ്ങാൻ പറഞ്ഞിട്ട് തന്നെയാണേ. പിന്നെന്താ? പൈസ വേണ്ടേ? നയാ പൈസ ഇല്ല. നീ വലിയ പ്ലാനുകൾ ഇങ്ങനെ പറഞ്ഞെടുക്കുമ്പോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേ? വിനോദ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേ അറിയാ? അല്ല, ഞാനല്ലേ പറഞ്ഞേ ഒരു ബിസിനസ് നിങ്ങൾക്ക് ആലോചിച്ചൂടെ? ആലോചിക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് മാസങ്ങളായിട്ട് ആലോചിച്ചോണ്ടിരിക്കുക. പക്ഷെ എന്താ ആലോചന മാത്രം നടക്കുന്നുണ്ടോ? ഫുഡില്ലേ, പൊതിച്ചോറുണ്ടാക്കി കൊടുക്കാന്നൊക്കെ ഉണ്ട്. രാവിലെ 10 മണിയാകുമ്പോഴേക്കും പരിപാടി കഴിയില്ലേ? അതിന് ആൾക്കാർ വാങ്ങാൻ വരണ്ടേ? നമ്മുടെ ഈ കുൾഗ്രാമത്തിൽ ആര് വരുന്നത്? ഹോട്ടൽ തുടങ്ങാനാ? പിന്നെ ഈ ഇന്ന് തുടങ്ങി. എനിക്ക് കഷ്ടപ്പെടാൻ ഒരു ബുദ്ധിമുട്ടില്ല. കഷ്ടപ്പെടാനൊന്നും ഇല്ല. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന കഷ്ടപ്പാടില്ലേ ചെറുതായിട്ട്? ഉപ്പും മുളക്. സുവന്യ ക്യാഷിലിരുത്താ? സുവന്യനെ ക്യാഷിലിരുത്തിട്ട് കാര്യമില്ലേ? അതെ, പൈസ ഇല്ല. ആ മീൻ വറക്കാനുള്ളത് അപ്പൊ ക്യാഷ് ഇരിക്കാൻ നല്ലത്. പൈസ അടയ്ക്കും പോയില്ല. ഞാൻ പറഞ്ഞ എന്തറിയോ, പെണ്ണുങ്ങള് അവരായിട്ട് ആലോചിച്ചിട്ട് കാറ്ററിംഗ് പോലെ പറ്റും. മീൻകറി വെച്ച് മീൻ ഇവിടെ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് വറക്കണ്ടേ? മീൻ ഇട്ടില്ലേ?
2 കിലോനെ വാങ്ങിയതേ. മീൻകറി കൊണ്ട് ആകെ പ്രശ്നമാകും. എന്തേത് മീൻ വറക്കണ്ടേ? വറക്കാനുള്ളത് ആ ഇതെന്താ മീനാ? ഇതും പുഴ മീന്. അപ്പൊ ആ മീൻ തന്നെയല്ലേ അതും? അതിന് ചെറുതും ഇത് വലുതും. ഇത് വലുതുകൾ എടുത്തിട്ട് വറുത്തതാണ്. നിനക്ക് വേണ്ടേ? നിനക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ അല്ലേ? ഞാൻ മീനച്ചാർ ഉണ്ടാക്കി തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും വീഡിയോയിൽ വരുന്നില്ല എന്ന് മാത്രം. ബീഫല്ല, മീനച്ചാർ ഉണ്ടാക്കി കൊടുത്തു. എല്ലാരും പറയുന്നതാ വണ്ടി ഷെഡിലൊന്ന് കയറ്റി കാണണം. കേറില്ലെന്ന് അറിയില്ല. ഇത് എന്താ ചെയ്യണ്ടോ? 500 റുപ്യ നീ കൊടുത്തു. ഓ എന്തിന്? 500 റുപ്യേ? 500 റുപ്യ കൊണ്ട് എന്തുണ്ടാകുന്നു? കോഴി വാങ്ങിയിട്ട് കറി വെച്ച് കഴിക്കാം. എന്ത് ബിസിനസ് 500 റുപ്യ കൊണ്ട് ചെയ്യുന്നു? എന്താ എന്റെ വിനിയോട്ടോ നിങ്ങൾ എന്താ നന്നാവത്ത്? സതിയേട്ട അവിടെ ഇന്ന് വല്ല ചിക്കനോ ബീഫൊക്കെ വാങ്ങിട്ട് വരണ്ടേ? അവിടെ ഉണ്ടാവേ, ചാച്ചൻ അവിടെ ഉണ്ടാവും. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. മീൻ വറുത്ത് കൊണ്ടോണ്ടേ? നീ ആദ്യം കറിയാക്ക്. നീ വറുത്തിട്ടല്ലേ? ഉപ്പുമുളക് അവിടെ നോക്കിക്കോളും. നീ കറി അതിലാക്കിട്ട് അത്ര ആൾക്ക് കഴിക്കണ്ടാവില്ല. ബിനോട്ടല്ലേ കാണുന്ന പോലെ അല്ലാട്ടോ, അടിപൊളിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. അതുകൊണ്ട് എന്താ പറയാ, ബിനോട്ടിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ നമുക്കൊന്നും ഒരു പേടി വേണം. അല്ലെങ്കിൽ ഇവിടെ അനിയൻ വന്നിട്ട് പറയും ബിനോട്ട്, അല്ലെങ്കിൽ ബിനോട്ടന്റെ സാമ്പാർ എന്ത് ടേസ്റ്റാന്ന് പറയാ. ബിനോട്ടിന്റെ സാമ്പാർ നിങ്ങൾ അതിന് 4 പേരല്ലേ, ഞങ്ങൾ ഇവിടെ 11 പേരുണ്ട്. ഞങ്ങക്ക് 2 നേരത്തേക്ക് ചാറ് വേണ്ടേന്നോ? എരിവുണ്ടോ? ഇത്രയൊന്നും വേണ്ടാന്ന്, കുറച്ച് മതി. നിങ്ങൾക്ക് 4 ആൾക്ക് കഴിക്കണ്ടേ? 4 ആൾക്കൊന്നും കഴിക്കണ്ട, 2 പേർക്ക് മതി. ആരാ ബാക്കി? ആരാ? ഞാൻ എന്റെ ഭാര്യ മാത്രമേ. നമ്മള് ഇത്രയൊക്കെ നാളേക്ക് ആയില്ലേന്നു? നാളെ അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ രാവിലത്തെ കഴിഞ്ഞു. ഞാൻ ചെലപ്പോ അവിടുന്ന് വരുമ്പോ തന്നെ മീൻ വാങ്ങിട്ട് ആ മാള് പറ. ഈ അതില് നിനക്ക് മറ്റേ ഇത് അയച്ചില്ലേ കറി കേട്ടോ, മീന് ഇല്ലേ? ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ? അപ്പം ഞങ്ങൾ വിചാരിച്ചു ചെറുപയറില്ലേ പെരി ഉണ്ടാക്കാന്നുള്ളത്. ആ വെള്ളം പെരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അവിടെ കൊണ്ടുവയ്ക്കോ? ഇനി ഞങ്ങൾക്ക് 2 കോഴിമുട്ടയും പൊരിക്കും. പോവാ, അത്ര മതിയോ നിങ്ങൾക്ക് കറി? നോക്കിക്കൊണ്ടോ, മേത്ത് കൂടെ കളയരുത്. അതാ റോട്ടുമ്പില്ലടാ വണ്ടി. അതാ നിക്കണേ. ഞാൻ 10 മിനിറ്റും കൊണ്ട് വരാന്ന് പറഞ്ഞാൽ അവന്റെ വണ്ടിയിലെ പോയതേ. വന്ന ഒരു ആലഭാരാണ് കേട്ടോ. ഇതിനോട്ടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ പോലെ പാവാണ്. ഹലോ, പ്രത്യേകിച്ച് പുതിയ കാറൊക്കെ ആയിരിക്കും തൊടാൻ കൊടുക്കുക. ചെറുപയർ ഇനി മക്കൾക്ക് വേറൊരു സാധനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതില്ലേ അവർക്ക് ഇഷ്ടം. അപ്പോൾ ചെറുപയർ, ഇത് അമ്മുട്ടി മീൻ കഴിക്കില്ല, നമ്മുടെ കിച്ചുട്ടൻ കഴിക്കില്ല, അച്ചുട്ടി കഴിക്കും കേട്ടോ. അച്ചുട്ടിക്ക് ഇഷ്ടമാണ്. പിന്നെ സോനിയും കഴിക്കും, കുഞ്ഞനും ഒക്കെ.
ഇപ്പം നമ്മളിൽ നാളെ ചെറുപ്പശ്ശേരി പോവുക ചോദിക്കണേ. രാവിലെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു, ഒരു ചുട്ട പപ്പടം കൂടി ഉണ്ടെങ്കിലേ ഉഷാറായില്ലേ സു. ഇതേ ഈ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് കഴുകാനുള്ളതൊക്കെ കൊണ്ടുപോയി കഴുകട്ടെ. എനിക്കില്ലേ ഇന്നെന്താണെന്നറിയില്ല, തീരെ വയ്യ തോന്നുന്നു, ശരീരം കൊണ്ട് വയ്യ. എല്ലാവരും ചോദിക്കുകയാണ് എൻ്റെ അടുത്ത്, പ്രസ് ചേച്ചി എന്താ അങ്ങനെ തടിക്കണം, എന്താ തടിക്കണം. എനിക്കറിയില്ല, ഇനിയിപ്പോൾ എന്ത് തേങ്ങ വരാനാണോ. നമുക്ക് തന്നെ പേടിയാവാൻ തുടങ്ങിയില്ലേട്ടാ, അല്ലേ? എനിക്ക് പേടി വരാൻ തുടങ്ങി. എന്താണാവോ ഇനി അടുത്ത നെക്സ്റ്റ്. എനിക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയം, വയ്യായ അസുഖങ്ങൾ വരുന്ന സമയത്താണ് ഭയങ്കര എങ്ങനെ പറയുക, നമുക്കിങ്ങനെ ഓരോ ലക്ഷണങ്ങൾ കാണിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു മാസം വയ്യാതെയും. അപ്പോൾ ഞങ്ങൾ ഈ പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ കഴുകട്ടെ. വിനോട്ടം വന്നിട്ട് കുറേ നേരം അങ്ങനെ പോയിട്ടാ അല്ലേ, കുറേ നേരം. മൂപ്പരാൾ ഉച്ചയ്ക്ക് പറഞ്ഞതാണ് എൻ്റെ അടുത്ത് കറി വെക്കാൻ. അപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ പറഞ്ഞിട്ട് കറി വെച്ചില്ല. വൈകുന്നേരത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നാളെ അനിയന് പണിക്ക് കൊണ്ടുപോകുമ്പോൾ ചോറിനുമായി രണ്ട് കാര്യം നടക്കും. അല്ലെങ്കിൽ രണ്ട് കാര്യം നടക്കും. ഉച്ചയ്ക്ക് വെച്ചാൽ രണ്ട് കാര്യം നടന്നതാണ്. രണ്ട് കാര്യം നടക്കുന്നതാണ്ടോ. അവൻ്റെ വർത്തമാനത്തിൽ എന്താ വെച്ചാൽ ഇത് ഫുള്ള് കാണിക്കാൻ പറ്റിയില്ല. ഒരു ദിവസം നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ആദ്യത്തെയൊക്കെ വീഡിയോ കൂടെയൊക്കെ അല്ലേ. ഓ, അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്, കാണാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഇത് വീട്ടിൽ വെച്ചു ഇവിടേക്ക് അങ്ങോട്ട് നമ്മൾ ചായ കുടിച്ച് വെച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനി ഇത് ചായ കുടിച്ചിട്ടൊക്കെ വെച്ചിട്ടേ ഉള്ള പാത്രങ്ങളാണ് പറയാ. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ ഉണ്ടാവും. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കാം.